ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ലളിതാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. പണ്ട് കാലങ്ങളിൽ കറണ്ടും ഗ്രൈൻഡറും മിക്സിയും ഒന്നും ഇല്ലാത്ത കാലത്ത് ഇഡലിയും ദോശയും ഉണ്ടാക്കാൻ അരി ഉഴുന്ന് മാട്ടിയെടുത്തുകൊണ്ടിരുന്ന ആട്ടുകല്ലാണിത്. ആ കാലങ്ങളിൽ ആട്ടുകല്ലിനകത്ത് അരിയും ഉഴുന്നും ഒക്കെ ഇട്ടിട്ട് കുഴവി കൊണ്ട് കൈകൊണ്ട് തിരിച്ചാണ് നമ്മൾ അരി ഉഴുന്നും ആട്ടിയെടുത്തുകൊണ്ടിരുന്നത്. സ്വിച്ച് ഓണാക്കി അരി ഉഴുന്നും മിക്സിയിലോ ഗ്രൈൻഡറിലോ അരച്ചെടുത്ത് ഇഡലിയും ദോശയും ഉണ്ടാക്കി കണ്ടിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതൊരു അത്ഭുതമായിരിക്കും. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലങ്ങളിലെ ഒരു നോൾസ്റ്റാൾജിക് മെമ്മറിയാണ് ഇന്നത്തെ വീഡിയോ. പഴയ കാലത്തെ ഈ ഗ്രൈൻഡറിൽ അരി ഉഴുന്ന് മാറ്റി എടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ പിന്നാലെ ഇടുന്നതാണ്. ആട്ടുകളിലൊക്കെ അരി ഉഴുന്ന് മാറ്റി കഷ്ടപ്പെട്ട് ഇഡലി ഉണ്ടാക്കി തന്ന അമ്മമാരെ ഈ സമയം നമിക്കുന്നു. കണ്ടിട്ടില്ലാത്ത ഇളം തലമുറയ്ക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അതേപോലെ ഇഡലി കുക്കറും ഒന്നും ഇല്ലാത്ത കാലത്ത് ഇഡലി പുഴുങ്ങിയിരുന്നത് എങ്ങനെയെന്നാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ഈ ഇഡലി പാത്രത്തിൻ്റെ തട്ടിൽ വാഴയില വെച്ചിട്ട് വാഴയിലയിൽ മാവ് കോരി ഒഴിച്ച് ഉണ്ടാക്കിയിരുന്ന ഇഡലിയുടെ രുചിയും മണവും പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. ഇഡലി കുക്കറിനൊക്കെ പകരമായിട്ട് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചെമ്പിൻ്റെ ഇഡലിപ്പാത്രമാണിത്. ഈ ഇഡലിപ്പാത്രത്തിന് 2 തട്ടാണുള്ളത്. അടിയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം തട്ടിനകത്ത് വാഴയില വെച്ച് വാഴയിലയിൽ മാവ് കോരി ഒഴിച്ചാണെന്നൊക്കെ ഇഡലി പുഴുങ്ങിക്കൊണ്ടിരുന്നത്. ഗ്യാസൊന്നും ഇല്ലാതിരുന്ന കാലത്ത് അടുപ്പിൽ വെച്ച് വാഴയില വാട്ടിയിട്ട് അത് ആ തട്ടിനകത്ത് ഇരിക്കത്തക്ക പാകത്തിന് ചതുര കഷ്ണമായിട്ട് മുറിച്ചെടുക്കും. ഇങ്ങനെ വാട്ടിയെടുത്ത ഇല കഴുകി തുടച്ച് തട്ടിൻ്റെ ഓരോ കുഴിയിലും ഇരിക്കാൻ പാകത്തിന് ചതുര കഷ്ണമായിട്ട് മുറിച്ചെടുക്കും. ഇഡലിത്തട്ടിൻ്റെ കുഴിക്ക് പാകത്തിന് വേണം നമ്മൾ ഇല ചതുര കഷ്ണമായിട്ട് മുറിച്ചെടുക്കാൻ. അതിനുശേഷം അതിലേക്ക് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ പുരട്ടി നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കണം. ഒരു ഇലയിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം 2 ഇലയും കൂടി ഇങ്ങനെ കൂട്ടിപ്പിടിച്ചാണ് എണ്ണ പുരട്ടുന്നത്. ഗ്യാസ് ഓണാക്കിയതിന് ശേഷം ഇഡലിപ്പാത്രം ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ചെറിയ തട്ട് അടിയിൽ വയ്ക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ എണ്ണ പുരട്ടി വെച്ചിരിക്കുന്ന ഇല വെച്ച് കൊടുക്കുക. വെള്ളം തിളച്ച് ആവി വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇലയിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഒരു സ്പൂൺ കൊണ്ട് ഇലയൊന്ന് കുഴിച്ച് പിടിച്ചിട്ട് നമുക്കതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. പഞ്ഞി പോലെ സോഫ്റ്റായ ഇഡലി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. ആ അളവിൽ വേണം അരി ഉഴുന്നോ ആട്ടിയെടുത്തിട്ട് ഇതുപോലെ ഇലയിലൊഴിച്ച് ഇഡലി പുഴുങ്ങാൻ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അത് നോക്കിയിട്ട് അതുപോലെ ആ റെസിപ്പി പ്രകാരം അരി ഉഴുന്ന് ആട്ടിയെടുക്കുക. വാഴയിലയ്ക്ക് ആരോഗ്യപരമായ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് വാഴയിലയിൽ പുഴുങ്ങിയെടുക്കുന്ന ഇഡലി വളരെ ഹെൽത്തിയാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയുള്ള ഹെൽത്തി ഇഡലി ഉണ്ടാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് വയറിനൊന്നും അസുഖമൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ഇത് ഉപകരിക്കും. ഇനി നമുക്ക് അടുത്ത തട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലും ഇതുപോലെ എണ്ണ പുരട്ടിയ ഇല വെച്ച് നമുക്ക് മാവ് കോരി ഒഴിക്കാം. വാഴയില ഉള്ളവരും അതുപോലെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവരും ഇതുപോലത്തെ ഹെൽത്തി ഇഡലി ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നന്നായിരിക്കും. മുളത്തിനകത്ത് 5 കുഴിയുണ്ട്. 5 ഇല വെച്ചിട്ടുണ്ട്. വാഴയിലക്കകത്ത് ഇഡലി എന്ന് പറയുന്നത് ഭയങ്കര നല്ല മണവും നല്ല രുചിയും. ഇനി ഇഡലി പാത്രം നല്ല ടൈറ്റായിട്ട് അടച്ചു വെച്ച് 10 മിനിറ്റ് ആവിയിൽ നമുക്ക് ഇഡലി പുഴുങ്ങിയെടുക്കാം. 10 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് നമുക്ക് ഒരു പപ്പടക്കമ്പി കൊണ്ടോ ഈർക്കിൽ കൊണ്ടോ കുത്തി നോക്കാം. അത് ക്ലീനായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇഡലി വെന്തു എന്ന് മനസ്സിലാക്കാം.
ഇനി നമുക്ക് ഇഡലി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്യണ്ട. അത് വളരെ ഈസിയായിട്ട് ഇലയിൽ നിന്ന് അപ്പോൾ തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. അടപ്പ് തുറന്നപ്പോഴേക്കും എന്തൊരു നല്ല മണം! അത് പഴയ ഓർമ്മയിലേക്ക് കൊണ്ടുപോയി. ഇനിയും അടിയിലെ തട്ടിലെ ഇഡലിയും കൂടി നമുക്ക് എടുക്കാം. തണുക്കാനൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അപ്പം തന്നെ ഇലയിൽ നിന്ന് എടുക്കാം. ഇഡലിയുടെ ഷേപ്പ് തന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ്. അപ്പോൾ അതിൻ്റെ മണവും രുചിയും അപാരം, പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര മണവും രുചിയാണ്. വാഴയിലയിൽ പുഴുങ്ങിയ ഇഡലിക്കൊരു പ്രത്യേക മണവും രുചിയുമാണ്. ഞങ്ങളുടെ പ്രായത്തിലുള്ളവരെ സംബന്ധിച്ച് ഇതൊരു നോസ്റ്റാൾജിക് മെമ്മറിയാണ്. അപാര രുചിയുള്ള ഈ ഇഡലി ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി അതിൻ്റെ മണവും രുചിയും അനുഭവിച്ചറിയണം. എന്നിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും റെസിപ്പീസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോഴിനിയും പഴയകാല ഓർമ്മകൾ ഉണർത്തുന്ന വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.